ചില കോഴിക്കോട് അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ മുഖമായിട്ടുള്ള വലിയങ്ങാടി, അതെ. വലിയങ്ങാടിയിലൊരു കെട്ടിടം പൊളിഞ്ഞു വീണിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത് കേരളത്തിൽ പുതുമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഒരു ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ പുതുമയല്ലാതെ കണ്ടത്. തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതെ, ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടത്. അതെ. യഥാർത്ഥത്തിൽ കോട്ടയത്തല്ലേ? അതെ, യഥാർത്ഥത്തിൽ ഈ പൊളിഞ്ഞ വീടുകൾക്ക് ആരെങ്കിലും ഉത്തരവാദികളുണ്ടോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. അവിടെ കുറേ മനുഷ്യരുടെ ജീവിതമാണ് ഇപ്പോൾ ബലിയായി പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് സാധാരണക്കാരായ 3 ചുമട്ട് തൊഴിലാളികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ ചുമട്ട് തൊഴിലാളികൾ പറയുന്ന വർത്തമാനം രാഹുൽ നമ്മൾ കേട്ടതാണത്. കാര്യം ഞങ്ങൾ അനിയന്മാരും ചേട്ടന്മാരെ പോലെ 40 വർഷത്തിലധികമായി ചുമട്ടുപണി എടുക്കുന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. രാഹുലിനും എനിക്കും അറിയാം ഈ വലിയങ്ങാടി എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാമെന്നുള്ള സാധാരണക്കാരായ ചുമട്ട് തൊഴിലാളികൾ. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിടം അനധികൃതമായിട്ട് ഇത് പൊളിച്ചു മാറ്റാൻ സമയമായി എന്ന രീതിയിൽ അത് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇത് കോഴിക്കോടാണ് സ്ഥലം. നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, കോഴിക്കോട് നിന്ന്, അതായത് ഓരോ ജില്ലയ്ക്കും ഓരോ മന്ത്രിമാരെ തന്നെ ഈ മന്ത്രിസഭയിലുണ്ട്. കോഴിക്കോട് നിന്ന് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെയാണ് ഈ പൊതുമരാമത്ത് എന്ന് പറയുന്നത്, അല്ലെ? ഈ പറയുന്ന കെട്ടിടത്തിന്റെ ജീർണിച്ച അവസ്ഥ ഉണ്ട് എന്നും അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം അതിന്റെ കാലാവധി കഴിഞ്ഞു, പൊളിച്ചു നീക്കാനുള്ള. ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് കാത്തു കെട്ടി വെച്ചിരിക്കുന്നത്? ഇത് ആരെ കൊല്ലാനാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇത് വാസിഫ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവിനോട് ഈ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എന്താണ് അദ്ദേഹം പറയുന്നത്? ഇത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, രാഷ്ട്രീയമായിട്ട് ഇത് മുതലെടുപ്പിന് ഉപയോഗിക്കരുത്. അപ്പൊ ഇവർ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവരും എന്തെങ്കിലും കാര്യങ്ങൾ ഒരു അനാസ്ഥ ഉണ്ടായതിനു ശേഷം അത് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കരുത് എന്ന് പറയുന്നതിൽ എന്താണ് എന്തെങ്കിലും അർത്ഥമുണ്ടോ? 3 ജീവൻ പൊലിഞ്ഞു, അതിനുശേഷം മറ്റേ എന്ത് ഔചിത്യമില്ലാത്ത വർത്തമാനാണ് പറയുന്നത്. ഇവർക്ക് എടുക്കുന്നത് പോട്ടെ, എന്നാൽ ജീവൻ പൊലിഞ്ഞതിൽ എന്താണ് ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് പറയുകയല്ല, അല്ലെ? എന്താണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് ഈ മൃതശരീരം കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന കണ്ടോ, ബീച്ച് ആശുപത്രിയിലേക്കാണ് ഈ പോസ്റ്റ്മോർട്ടത്തിനും കാര്യങ്ങൾ. കോഴിക്കോട് പിന്നെ എവിടെ അവർ കൊണ്ടുപോകണ്ടേ? അല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇത് അങ്ങാടിയിൽ നിന്ന് ഏറ്റവും അടുത്ത് ബീച്ച് ആശുപത്രിയാണ്. അവിടെ സ്ട്രക്ചർ പോലും ഇല്ലെന്നാണ് പറയുന്നത്. രാഹുൽ, ഇത് ആശുപത്രി സൗകര്യം എവിടെയാണ്? ഏറ്റവും അടുത്ത ആശുപത്രിയിലെ രോഗികളെ കൊണ്ടുപോകുള്ളൂ. ബീച്ചിനടുത്ത് കാണുന്ന ഒരു ആശുപത്രി, അവിടെ സ്ട്രക്ചർ ഇല്ല, സിസ്റ്റം. ഇപ്പൊ നമ്മൾ ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥത്തെ കുറിച്ച് പറയാൻ നമുക്കിനി പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി എന്ത് പറയും? അവിടെ ഈ മരിച്ചവരെ പോസ്റ്റ്മോർട്ടം അധികം കഴിയാതെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ സ്ട്രക്ചർ ഇല്ലെന്നാണ് പറയുന്നത്. സ്ട്രക്ചർ ഇല്ലാത്ത ആശുപത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓരോ ജില്ലയ്ക്കും ഓരോ മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഇവർക്കൊക്കെ എന്താ പണി? അല്ല, മന്ത്രിമാരുടെ പണിക്കപ്പുറത്തേക്ക് 40 കൊല്ലമായിട്ട് ഇന്ന് പൊളിക്കും നാളെ പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇന്നേ വരെ ഒരു നടപടിയും സ്വീകരിച്ചായി കണ്ടിട്ടില്ല. അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത് ഇവിടെ ആരും വന്നിട്ടില്ല, ഞങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചുമട്ട് തൊഴിലാളികളാണ് അവർ, അതിനടുത്ത് തൊഴിലെടുക്കുന്നവരാണ് അവര്. ചുമട്ട് തൊഴിലാളികൾ സാധാരണയായിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകാറില്ല. അപ്പോൾ പണി വരുമ്പോൾ അതിനനുസരിച്ച് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സാധാരണക്കാരാണ് അവർ, അവരുടെ പണി ഉള്ളപ്പോഴേ വരാറുള്ളൂ, അത് ചെയ്യുക പോവുക, കായികമായിട്ട് ചെയ്യുന്ന ജോലിയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴിക്കോട് അങ്ങാടിയുടെ ഒരു മുഖമാണ്. ഇത് സംരക്ഷിക്കേണ്ടത് ആരാണ്? കോഴിക്കോട് നിന്നൊരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് കഴിയുമായിരുന്നു. ഇത്രയും ജീവൻ പൊലിയുന്നതും വരെ ഇനി നാളെ ചിലപ്പോൾ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ പോയിട്ടുള്ള ജീവനുകൾക്ക് ആര് ഉത്തരവാദിത്തം പറയും? രാവിലെ നമ്മളെ കണ്ടില്ലേ ആ ഇരുന്ന് കരയുന്ന രംഗം കണ്ടോ? അതിന്റെ തുടക്കത്തിൽ ഞാൻ കണ്ടതാണ്. 2 മനുഷ്യർ ഞങ്ങൾ ഒപ്പം ഇരുന്ന് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇരുന്ന് കരയുക. ഒരു പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും കൂടുതൽ ദുഃഖം താങ്ങാതാകുമ്പോഴാണ് ചില പുരുഷന്മാരങ്ങ് പൊട്ടിക്കരയുന്നത്. ഇപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്ത ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു, അദ്ദേഹം പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്ന ഇപ്പോൾ അവർ ഈ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ പിന്നെ ഉദ്ഘാടന മാമാങ്കൾ നടത്തി അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തീർക്കേണ്ട, അല്ലേ? ഇങ്ങനെ അതിൻ്റെ പിറകെ പോവുകയാണ്. ഇപ്പം ഇന്ന് നമ്മൾ കേൾക്കുന്നു, മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് സംസാരിക്കാൻ വിളിച്ചതിൽ താമസിച്ചു പോയതിൻ്റെ പേരിൽ അദ്ദേഹം വളരെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു. ഉദ്യോഗസ്ഥർ വിളിക്കാൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് തന്നെ വരാം. നമ്മൾ ഈ പറയുന്ന പോലെ അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഒരു ആശുപത്രി
പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. ആശുപത്രി പൊളിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കാൻ ആരും ഇല്ലാതായി പോയി. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റാ. ആരോഗ്യമന്ത്രി പോലും അത് ഏറ്റെടുക്കാത്ത സാഹചര്യം. ഞാൻ വന്ന് പണിയണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെ എന്ത് ചെയ്യാനാണെന്നാണ് ഒരു ആരോഗ്യമന്ത്രി ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ടത്. എനിക്കറിയില്ല അത്ര കണ്ട് നിരുത്തരവാദപരമായിട്ട് എന്താണ് ഇവർക്ക്, എന്ത് ആത്മാർത്ഥതയാണ്. നമ്മൾ എത്രയോ മന്ത്രിമാരെയും ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ തൊട്ടപ്പൊട്ടുന്ന കേസുകളിൽ ഒരു മേഖലയാണത്. അത് രാഹുൽ പറഞ്ഞു, അത് ശരിയാണ്. രാഹുൽ പറഞ്ഞു ആ വർത്തമാനം നമുക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ കോട്ടയത്ത് ഏതാണ്ട് എല്ലാ മന്ത്രിമാരും അവിടെ മീറ്റിങ്ങിനുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? വാസവനുണ്ട്, ഈ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഉണ്ട്, വേറെ ഉള്ളവരെല്ലാം തന്നെയുണ്ട്. ഏതാണ്ട് 7-8 മന്ത്രിമാർ അവിടെ ഏതോ മന്ത്രിതല ഉദ്യോഗസ്ഥലത്തിൽ മീറ്റിംഗ് നടക്കായിരുന്നു. അങ്ങനെ ദാരുണമായിട്ട് ഉള്ള നിരവധി സംഭവങ്ങൾ. ഈ ഒരു കെട്ടിടം തകർന്നത് മാത്രമല്ലാതെ തന്നെ പൊതുമരാമത്ത് മന്ത്രി കോഴിക്കോട് തന്നെ ഉണ്ടായിട്ട് അതേ റോഡ് തകർന്നതും അതുവരെ റീൽസ് എടുക്കുന്ന നടന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതിനുശേഷം പിന്നെ റീൽസ് ഇല്ലല്ലോ. അതെ, ഈ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് പൊളിച്ചിലുകൾ നമുക്ക് ദിനം പ്രതി കാണാൻ കഴിയുന്നത്. ഓരോ സർക്കാർ ആശുപത്രികൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു, റോഡ് വരെ പൊളിഞ്ഞു പോവുകയാണ്. അതിനു മുന്നേ വരെ വളരെ വിശാലമായി പണിതു വെക്കുമ്പോൾ ഇത് എന്റേതാണ്, അതെ, പൊളിഞ്ഞു പോയാൽ ഇത് എന്റേതല്ല, ഒരു ഇതുമില്ല, ഒരു ബന്ധവുമില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു മന്ത്രി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ, മന്ത്രി പോട്ടെ ഒരു ജനപ്രതിനിധി പോലും ഇല്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ, ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പിഴവാണ്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ പോലും, സ്വന്തം തെറ്റ് തിരുത്താൻ പോലും തയ്യാറാകാത്ത സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമേഖല തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്കല്ലാതെ എവിടേക്കാണ് സമരം നടത്തേണ്ടത്? ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് സമരം നടത്തുമ്പോൾ സമരം നടത്തിയാൽ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ്. എന്ത് ഭാഷ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ സമരം നടത്താത്ത ഏത് പാർട്ടിയാണുള്ളത്? സമരം നടത്തി തന്നെയാണ് ഇവിടെ ഓരോ പാർട്ടികളും വളർന്നു വന്നിട്ടുള്ളതും. ഇന്ന് വലിയ വലിയ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ പണ്ട് കാലത്ത് നടത്തിയ സമരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും, ഉറപ്പ്. അങ്ങനെ സമരം നടത്തി തന്നെയാണ് ഇന്ന് തള്ളിപ്പറയുന്ന ഏത് മന്ത്രിയാണെങ്കിലും എല്ലാ സമരത്തിന്റെയും മുഖപത്രമായിട്ട് നിന്ന ആളുകളാണ്. സമരത്തിന്റെ മുഖമായിട്ട് നിന്നവർ തന്നെയാണ് അവരൊക്കെ. തീർച്ചയായിട്ടും മുഖമായിട്ട് നിന്നവർ തന്നെയാണ്. അല്ല, അവിടെയാണ് ഇവരെല്ലാം ഈ സമരങ്ങളെ എല്ലാം പേടിക്കുന്നത്, അല്ലെങ്കിൽ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ തല്ലി ഓടിക്കാൻ ശ്രമിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോ ഇതിനി ആരും ഉത്തരവാദിയായിട്ട് വരില്ല. കളക്ടർ കുറ്റമാണെന്ന് പറയും. കളക്ടർ കുറ്റമാണ്, പൊതുമരാമത്ത് കോർപ്പറേഷന്റെ കുറ്റമാണ്, പൊളിച്ചു മാറ്റേണ്ടത് ഇവരായിരുന്നു. അതല്ല, ഇപ്പം വാസിഫ് പറഞ്ഞതിന്റെ അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത്, BJP നടത്തുന്ന ഇപ്പൊ ഇലക്ഷൻ ഗുണ്ടാണ് എന്നൊക്കെ പറയും. ഏതായാലും ഈ ഒരു കാരണം മാത്രമല്ല, ഇലക്ഷൻ ആയതുകൊണ്ട് എതിർ പാർട്ടികൾ പോയി കുത്തിപ്പൊളിച്ച് ഇട്ടതാണല്ലോ ആ കെട്ടിടം. അതെ, ഇവര് എല്ലാം കൂടെ കയറി അതിന്റെ മുകളിൽ ഡാൻസ് കളിച്ചിട്ട് ഒടിഞ്ഞു വീണതാണ്. അതെ, ഏതായാലും ഇതിൽ നമുക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സിസ്റ്റത്തിന്റെ കേടാണെന്ന് മന്ത്രി പറഞ്ഞു എന്നുണ്ടെങ്കിൽ നിരന്തരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന്റെ കേട് തന്നെയാണ്. ഈ വലിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലവും ബീച്ച് ആശുപത്രിയായിട്ട് വലിയ ദൂരമില്ല. അവിടെ എത്രയും പെട്ടെന്ന് കൈകാലൊടിഞ്ഞവരോ അല്ലെങ്കിൽ അപകടം പറ്റിയവരോ മരിച്ചവരുടെ മൃതശരീരമോ കൊണ്ട് ചെല്ലുമ്പോൾ പ്രാഥമികമായി ആ ശവശരീരമോ അല്ലെങ്കിൽ മുറിവ് പറ്റിയവരോ കിടത്താൻ ഒരു സ്ട്രക്ചർ പോലും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അതിദാരുണമാണ്. അവിടെ നിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടോ, ആശുപത്രി അധികൃതർ പോലും കൈമലർത്തിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും രാഹുൽ? ഒന്ന് ആലോചിച്ച് നോക്ക്. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അവർ. ഈ പറയുന്ന അവരുടെ വേണ്ടപ്പെട്ടവരുടെ ജീവനോ നഷ്ടപ്പെട്ട് അതിൽ ചെയ്യേണ്ട ബാക്കി ക്രിയകൾ ചെയ്ത് ആ മൃതശരീരം ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് അവർ ചിന്തിക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തുടർച്ചയായി രണ്ട് ടൈം ഭരണം കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഉദ്യോഗസ്ഥർക്ക് ഇവരൊന്നും ഒരു മൈൻഡില്ല. അതാണ് സത്യം. കാര്യം ഭരണത്തിൽ നമ്മൾ ഗൗരിയം അല്ല, അതുകൊണ്ടെന്താണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടുമാർ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ നിയമിക്കാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. സ്റ്റാഫില്ല. ഇത് PSC വഴി ഇവർ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ഇവരുടെ മാമനും മച്ചമ്പിയും സഖാവും സഖാത്തികൾ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും അവരുടെ ആൾക്കാരെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു നേഴ്സിനെ നിയമിക്കുന്നതിന് ഇവരുടെ കൊടി പിടിച്ച ഒരു സഖാവിനെ എങ്ങനെ കൊണ്ടുവയ്ക്കട്ടെ? നേഴ്സിംഗ് പഠിക്കണം. അപ്പൊ അത്തരം വിഭാഗങ്ങളിലെ ആളെ കയറ്റണമെങ്കിൽ യോഗ്യതയുള്ളവർ വേണം. യോഗ്യതയുള്ളവരെ എടുത്ത് കൊടുക്കാൻ PSC എടുത്ത് പറയാൻ ഇവർക്ക് എന്താ നേരമില്ലാത്ത? അപ്പൊ അവിടെ കൊടി പിടിച്ചവരെ കയറ്റാൻ പറ്റില്ല. പിയൂൺ തസ്തിക സമ്മതിക്കാം, അല്ലെങ്കിൽ പോട്ടെ കമ്പൗണ്ടറും പഠിക്കണം എങ്കിലേ പറ്റുള്ളൂ. അപ്പം യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല, അല്ലെ? യോഗ്യതയുള്ളവർ ലിസ്റ്റിൽ ഉണ്ട് താനും, അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിലെ കെടുകാര്യസ്ഥയുടെ ഏറ്റവും വലിയ കാര്യം, തുടർച്ചയായി രണ്ടാമത് ഭരണം വരുമ്പോൾ ഉദ്യോഗസ്ഥർ എന്താണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർക്കറിയാം, എന്താണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്നുള്ളത്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കഴിവും വിവരക്കേടും അറിഞ്ഞ് മനസ്സിലാക്കി ഈ മന്ത്രിമാരാണ് അതൊക്കെ ചെയ്യിക്കേണ്ടത്. ഇത് സർവത്ര കുഴപ്പത്തിൻ്റെയും കാര്യം അഡ്മിനിസ്ട്രേഷന്റെ കുഴപ്പമാണ്.
അഡ്മിനിസ്ട്രേഷന്റെ കുഴപ്പമാണ്, ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണ്. അത് ആരാ അതിന്റെ മേൽത്തട്ടിയുള്ളത്? നമ്മളിവിടെ ഗൗരിയമ്മയെ കണ്ടിട്ടുണ്ട്, ഏറ്റവും നല്ലൊരു മന്ത്രിയാണ്. ഇവിടെ ജി സുധാകരൻ ഏറ്റവും നല്ലൊരു മന്ത്രിയാണ്. അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ എത്രയോ മന്ത്രിമാരുണ്ട് ഇവിടെ IAS തലത്തിൽ. അല്ല, ഇപ്പൊ ഈ പഴയ കാലത്തേക്ക് ഒന്നും പോണ്ട. ഈ സിസ്റ്റം, അതായത് ഇന്ന് പൊളിഞ്ഞു വീണ വലിയങ്ങാടിയിൽ ഈ കെട്ടിടം, ഇതിന് ആര് ഉത്തരവാദിത്തം പറയുമെന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. ആരും പറയില്ല. പൊതുമരാമത്ത് പറയും ഞങ്ങൾ എഴുതി കൊടുത്തതാണ്, ഈ കെട്ടിട നിർമ്മാണ ഡിപ്പാർട്ട്മെന്റിലേക്ക് എഴുതി കൊടുത്തതാണ്. വേണമെങ്കിൽ എൻ്റെ പരസ്യം വരെ വേണമെങ്കിൽ പറയും, പരസ്യം വേണമെങ്കിൽ എടുത്ത് കൊടുക്കും. വകുപ്പ് തലത്തിൽ പോയ എൻ്റെ പേപ്പറുകൾ വേണമെങ്കിൽ എടുത്ത് കാണിക്കുക. എന്നിട്ട് പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. നഷ്ടമാകുന്ന ജീവൻ ആരുടെ? പാവപ്പെട്ടവൻ്റെ. അത്രേ ഉള്ളൂ. ആ പൊട്ടിക്കരച്ചിലും ആ കാണുന്ന അവരുടെ പറച്ചിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ, മനസ്സുള്ളവനാണെങ്കിൽ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് വികാരവും വിചാരവും ഒക്കെ ഉള്ളതാ. ഇവർക്കൊക്കെ അതൊക്കെ പോയി. ഇവർക്ക് ഇപ്പൊ ഈ അവസാന ലാപ്പിൽ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ഉദ്ഘാടനങ്ങൾ ചെയ്യാനും മാമാങ്കങ്ങൾ ഒക്കെ, ഉദ്ഘാടന മാമാങ്കങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് തോന്നണത്. അപ്പം ഇത് ഒരു കേസല്ല. ഈ ഭരണത്തിന്റെ അവസാന നാളിൽ ഇവരുടെ കെടുകാര്യസ്ഥതയുടെ ഒരു മൂർത്തിഭാവം, ഇങ്ങനെ ഒരു ദൈവ നിയോഗം പോലെ കുറെ പേരുടെ ജീവനും പോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജനത്തിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും, നിങ്ങൾ മറന്നിരുന്നെങ്കിൽ ജനങ്ങളെ ഇതൊക്കെ സംഭവിച്ചതാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കണ്ടിട്ട് സങ്കടമാണ് വരുന്നത് ആ മനുഷ്യരുടെ കരച്ചിൽ കണ്ടിട്ട്.